السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأزواجه وذرياته وعلماء دينه وأولياء أمته عدد ما أحاط به علم الله. ബഹുമാനികളെ, ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിക്കമിൽ നിന്നുള്ളൊരു വാചകം നമുക്കിങ്ങനെ വായിക്കാം. മാ തവക്കഫ മത്ലബുൻ അൻത ത്വാലിബുഹു ബിറബ്ബിക വലാ തയസ്സറ മത്ലബുൻ അൻത ത്വാലിബുഹു ബിനഫ്സിക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നിങ്ങൾ എന്തൊരു കാര്യവും അള്ളാഹുവിനെ കൊണ്ട് തേടുകയാണെങ്കിൽ അത് എളുപ്പമാകും. അള്ളാഹുവിനെ കൊണ്ടല്ല നിങ്ങൾ തേടുന്നത്, നിങ്ങൾ നഫ്സിനെ കൊണ്ടാണ് തേടുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയാസവും പ്രതിസന്ധിയിലേക്കും നിങ്ങളെ എത്തിക്കും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് മുഴുവൻ ഇതാണ് പാഠം. അവർ മുഴുവൻ അള്ളാഹുവിലേക്ക് തിരിയണം. അതാണ് പരിഹാരം. നമ്മുടെ മനസ്സ് എവിടേക്ക് തിരിയുന്നു? കർമ്മം ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും. അള്ളാഹു ആണ് ഇതൊക്കെ ചെയ്തു തരേണ്ടവൻ, നമ്മുടെ റബ്ബ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അള്ളാഹുവിൽ നിന്നാണ് എല്ലാം പ്രതീക്ഷിക്കുക. അതല്ലാത്ത ഭൗതികവാദികൾ അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം നഫ്സ് ഉപയോഗിച്ചുകൊണ്ട് നഫ്സിൽ നിന്നാണ് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് ഇതൊക്കെ ഭൗതികമായ ഒരു കാര്യമായതുകൊണ്ട് അതിൽ അള്ളാഹ്ക്കുള്ള പങ്ക് അവർ അറിയുന്നേ ഇല്ല. സത്യത്തിൽ അവരുടെ ശക്തി, അവർ ഈ ഭൗതികവാദികളോ എല്ലാ മനുഷ്യരും എല്ലാ സൃഷ്ടികളും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടാണ്, അള്ളാഹു നൽകിയ ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ബോധമില്ലാതെ, അപ്പോൾ അള്ളാഹു നമുക്ക് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള ശക്തി നൽകിയപ്പോൾ ഞാനാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ സ്വയം പ്രവർത്തിക്കുന്നവനാണ് എന്ന ഒരു ധാരണയിലേക്ക് എത്തുകയും നമ്മളൊക്കെ വിഡ്ഢികളായി മാറുകയും ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമ്മളെ വിഷയങ്ങളൊക്കെ പ്രതിസന്ധിയിലാകുമെന്നാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ ഖുർആനില് മൂസ അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു, വഖാല മൂസ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹ്. മൂസ അലൈഹിസ്സലാമിന്റെ ജനത വലിയ പ്രതിസന്ധി നേരിട്ട ജനതയാണല്ലോ. ഫിർഔന്റെ ദുർഭരണവും ഏകാധിപത്യവും ഫാഷിസത്തെയും നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ആ മൂസ അലൈഹി ഇസ്ലാമിനോടും ജനതയോടും അള്ളാഹു താല പറയാണ്, ഇസ്തഈനു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ സഹായം തേടുക. വസ്ബിറൂ, പിന്നെ ക്ഷമിക്കുക, ക്ഷമ കൈകൊള്ളുക. ഇന്നൽ അർള ലില്ലാഹ്, തീർച്ചയായും ഈ ഭൂമി അള്ളാഹുവിൻ്റെതാ. യൂരിസുഹാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വിറാസത്ത് കൊടുക്കും. ഭൂമിയുടെ വിറാസത്താട്ടാ. അത് കുഫാറുകൾക്കും അള്ളാഹു നൽകും, അക്രമികൾക്കും നൽകും, സന്മാർഗികൾക്കും നൽകും, സന്മാർഗമില്ലാത്തവർക്കും കൊടുക്കും, ആർക്കും കൊടുക്കാം. അതുകൊണ്ട് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അതുകൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയാവില്ല. വൽ ആഖിബതു എന്നാൽ അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അതുകൊണ്ട് മുത്തഖീങ്ങൾക്ക് തന്നെ ഭൂമി കിട്ടിക്കൊള്ളുന്നില്ല. ഭൂമിയുടെ വിറാസത്ത്, ഭൂമിയിലെ ആധിപത്യം അമേരിക്കക്കും യൂറോപ്പിനും അള്ളാഹു നൽകി, ചൈനക്ക് നൽകി, വൻ ശക്തികൾക്ക് നൽകി. മുസ്ലിങ്ങളിൽ നിന്ന് മേടിച്ചു വെച്ചു. ഒരു നൂറ്റാണ്ടായി മുസ്ലിങ്ങളിൽ നിന്ന് പൂർണ്ണമായി മേടിച്ചു വെച്ചിട്ട് അള്ളാഹു താല ദുനിയാവിൻ്റെ അധികാരം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു വെച്ചു. ഒന്നാം ലോക യുദ്ധത്തോടുകൂടി അത് പൂർണ്ണമായി മുസ്ലിങ്ങളിൽ നിന്ന് വാങ്ങിച്ചു വെച്ചു എന്ന് മാത്രമല്ല, മുസ്ലിം രാജ്യങ്ങളെ യൂറോപ്യന്മാര് കഷ്ണമാക്കി കേക്ക് മുറിച്ചതുപോലെ മുറിച്ച് വീതം വെച്ചെടുത്തു. അതാണ് ഇന്നും ആ അടിമത്വത്തിൽ മുസ്ലിം സമുദായം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ നിന്ദ്യമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ലോകത്തെ ഇത്തരം നിന്ദ്യമായ ഒരു അവസ്ഥയിൽ മുസ്ലിം ഉമ്മത്ത് മുമ്പ് എത്തിയിട്ടുണ്ടാവില്ല. കാരണം ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചു വെച്ചിട്ട് 70 വർഷമായി ജൂതന്മാര് പിടിച്ചു വെച്ചിട്ട്. മാത്രമല്ല, അതിനുവേണ്ടി പൊരുതുന്ന പാവങ്ങളായ ഒരു കുറഞ്ഞ ജനത, കുറച്ച് ആ പ്രദേശത്തെ ഇഖ്ലാസുള്ള ഈമാനുള്ള ന്യൂനപക്ഷം വരുന്ന ജനങ്ങൾ,
കുറഞ്ഞ ലക്ഷങ്ങൾ, ഒരു 20 ലക്ഷം വരുന്ന ആളുകൾ ഉണ്ടാകാം. ആ ഗസയിലെ ജനങ്ങൾ, വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾ, അവരെ ലോകത്ത് തുല്യതയില്ലാത്ത വിധം ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്രമിക്കാമെന്നും പറഞ്ഞാൽ പോരാ, കൊന്നുകൊണ്ടിരിക്കുകയാണ്, വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 50ഓളം വരുന്ന 50ൽ പരം വരുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഇത് മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നം മാത്രമല്ല, ലോകത്ത് നീതിയോടുകൂടി ചിന്തിക്കുന്ന, സത്യസന്ധമായി ചിന്തിക്കുന്ന ആർക്കാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയുക? അവ നീതിക്കും സത്യസന്ധതക്കും വിശ്വസ്തതക്കും ത്യാഗത്തിനും യാതൊരു വിലയുമില്ലാത്ത ഈ ലോകം ഇതിന് മൂകസാക്ഷിയായിട്ട് നിന്നു കൊടുക്കുകയാണ്. അപ്പൊ മുസ്ലിം സമുദായമാകട്ടെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസാണ്. അങ്ങനെയുള്ള ഈ മുസ്ലിം സമുദായം ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലുള്ളത്. അതിൽ അധികാരമുള്ളവരാൾക്കാണ് ഇതിന്റെ നിന്ദ്യതയുടെ മുഴുവൻ കുറ്റവും അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ കുറ്റത്തിന് അവരാണ് അർഹരാകുക. കാരണം അവർക്കാണല്ല എന്തെങ്കിലും ചലിപ്പിക്കാൻ കഴിയുക, പ്രതികരിക്കാൻ കഴിയുക. ശക്തന്മാരായ ആളുകൾ, ചെറിയ ശക്തി, ആ ചെറിയ ശക്തികളൊക്കെ കൂടി സംഘടിച്ചാൽ വൻ ശക്തിയാകും. എന്നിട്ട് ലോക പോലീസിന്റെ നേരെ യുദ്ധം ചെയ്യണം. അപ്പൊ അതിന് മുസ്ലിം സമുദായം തയ്യാറാകാതെ, മുസ്ലിം രാഷ്ട്രങ്ങൾ തയ്യാറാകാതെ, മുസ്ലിം നേതാക്കന്മാർ തയ്യാറാകാതെ നോക്ക് കുത്തിയായിട്ട് ഈ അക്രമത്തിന് മുന്നിൽ നമ്മൾ നോക്കി കുത്തിയായി നിൽക്കുകയാണ്. ഈ ഒരു ദുരവസ്ഥ നമ്മുടെ മുന്നിലുണ്ടായിട്ട് മുസ്ലിം സമുദായത്തിന് നേരെ ഈ രൂപത്തിൽ ഫലസ്തീനിൽ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലും മുസ്ലിം വിരുദ്ധമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തും, എന്നിട്ടും ഇതൊന്നും സ്പർശിക്കാതെ, ഇതൊന്നും നമ്മളെ മനസ്സിനെ ബാധിക്കാത്ത വിധത്തിൽ ആർഭാടത്തിലും ആർത്തുല്ലസിച്ചുകൊണ്ട് സ്വാർത്ഥന്മാരായി കഴിയുന്ന വളരെ നിന്ദ്യരാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പല നാട്ടിലും ഉണ്ടാകാം. പക്ഷെ നമ്മളെ മുന്നിലുള്ളത് ഇപ്പോൾ നമ്മളിന്ന് നടത്തുന്ന കല്യാണങ്ങൾ, നമ്മൾ നടത്തുന്ന ആഘോഷങ്ങളൊക്കെ നോക്കിയാൽ ഫലസ്തീൻ നമുക്ക് ഓർമ്മയില്ല, ഉയ്ഗൂർ മുസ്ലിങ്ങളെ നമുക്ക് ഓർമ്മയില്ല, റോഹിംഗ്യ മുസ്ലിങ്ങളെ നമുക്ക് ഓർമ്മയില്ല, നമുക്ക് ഉത്തരേന്ത്യയിലെ മുസ്ലിം അവസ്ഥകളെ കുറിച്ച് ഓർമ്മയില്ല. ഒക്കെ പോകട്ടെ, നമ്മുടെ തലക്ക് മുകളിൽ വാളോങ്ങി നിൽക്കുന്ന വലിയൊരു ദുരവസ്ഥ ഉണ്ട് എന്ന് കേരളത്തിന്റെ സാഹചര്യം നോക്കിയിട്ട് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. അത്രയും നിന്ദ്യമായ അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു തആല സലാമത്തിന്റെ വാതിൽ തുറന്നു തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊക്കെ സംഭവിക്കും. ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കും. അതുകൊണ്ട് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള എന്താ? ഇസ്തഈനു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് കാവൽ ചോദിച്ചു. അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ തേടിക്കോളിയെന്നാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകും, നമുക്ക് പരിശ്രമിക്കാൻ കഴിയുന്നുണ്ടാകും. അത് അള്ളാഹുവിനെ കൊണ്ടാകണം, ബില്ലാഹി കൊണ്ട്. അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഇത് എനിക്ക് സാധ്യമാവുകയില്ല. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുകയും, ഇതുവരെയുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്, ഇത് രണ്ടും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി കിട്ടേണ്ടതും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യക്ഷത്തിൽ പ്രയാസകരമായ അവസ്ഥകളാണെങ്കിൽ പോലും മനസ്സിൽ സമാധാനവും ഒരു പതറാത്ത അവസ്ഥയും നമുക്ക് അള്ളാഹു നൽകും. അതാണ് ഇവിടെ പറയുന്നത്. അതേസമയത്ത് നമ്മൾ സ്വന്തം നഫ്സിനെ കൊണ്ട് തേടുകയാണെങ്കിൽ, അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് തേടുകയാണെങ്കിൽ, ആധുനിക ലോകം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും നമ്മളും എത്തിപ്പെടും. അതിൽ ലോകം മുഴുവൻ പ്രതിസന്ധിയിലാണല്ലോ. സാമ്പത്തികമായ പ്രതിസന്ധി, ലോക സമാധാനത്തിന്റെ വിഷയത്തിൽ പ്രതിസന്ധിയിലാണ്, എല്ലാ വിഷയത്തിലും പ്രതിസന്ധിയിലാകും. കാരണം അള്ളാഹുവിനെ നമ്മൾ മാറ്റിവെച്ചു. അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന സത്യത്തെ നിഷേധിച്ചു. അതിന് അംഗീകാരമില്ല. അതൊക്കെ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ ഒതുങ്ങുന്ന വിഷയമാണ്. അതല്ലാതെ ഗൗരവമുള്ള ചർച്ചകളിൽ പ്രശ്നങ്ങളുടെ പരിഹാര രംഗത്ത് എന്തില്ല? അള്ളാഹു ഇല്ല. ആ രൂപത്തിലാണ് ഭൗതികമായിട്ട് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. മുസ്ലിങ്ങളും ഇന്ന് അവരുടെ ഇസ്ലാമിക പ്രശ്നങ്ങൾ നേരിടുന്നത് ആ രൂപത്തിലായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്രമാത്രം ഖേദകരമായ വസ്തുതയാണ്. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് പരിഹാരം കിട്ടേണ്ടത്, നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് തേടുക എന്ന അവസ്ഥ പോയിട്ട് ഭൗതികമായിട്ട് എങ്ങനെ ഇതിനെ പരിഹരിക്കാം? IPS-ഉം IAS-ഉം ഒക്കെ പാസ്സായ കുട്ടികൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നാൽ, ഉദ്യോഗരംഗത്ത് അവരുടെ പ്രാതിനിധ്യം ഉണ്ടായാൽ മുസ്ലിം സമുദായത്തിന് നീതി കിട്ടുമെന്നാണ് വിഡ്ഢികളായ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല.
അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിൽ നിന്ന് പാസ്സാക്കി എടുക്കണം. അതിന് അള്ളാഹുവിനെ കൊണ്ട് നമ്മൾ തേടുന്നവരായി മാറണം. ഇപ്പം എന്തുണ്ടായി? വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ച ആളുകളൊക്കെ മേപ്പോട്ട് നോക്കിയില്ലേ? മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായപ്പോൾ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട പുതിയ തലമുറയിലെ വിദ്യാസമ്പന്നരായ ആളുകളുടെയും ജീവിതം പരിശോധിച്ചാൽ ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത ജീവിതമാണ്. പിന്നെന്ത് മുസ്ലിം സമുദായം? പരസ്യമായി ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗം മുസ്ലിങ്ങളിൽ നിന്നുണ്ടാകാനാണ് അത് കാരണമായത്. അപ്പം നമ്മൾ നമ്മളുടെ മനോച്ഛ വെച്ചിട്ട്, നമ്മുടെ ശരീരേച്ഛ വെച്ചുകൊണ്ട് ചിന്തിക്കുകയും നമ്മളെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ടും നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് ഇവിടെ വിജയിക്കാമെന്ന് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അതിവിടെ മാറ്റിവെക്കാനാണ് ഹിക്കമിലൂടെ ഇബ്നു അത്തായില്ല ശിക്കന്ദർ അള്ളാഹുവിനു നമ്മൾ ഉപദേശിക്കുന്നത്. ഇത് ഖുർആനികമായ മനഹജാണ്, ഖുർആനികമായ ആശയമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹു തആല നമുക്ക് റബ്ബായിട്ടുണ്ട്. ആ റബ്ബാണ് നമ്മളെല്ലാ കാര്യങ്ങളും നടത്തി തരേണ്ടവൻ. അതുകൊണ്ട് റബ്ബിൻ്റെ നിയമങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട്, റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, റബ്ബിനെ കൊണ്ടല്ലാതെ എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള ബോധത്തോടു കൂടി നിലകൊള്ളുമ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിലൊക്കെ ബറക്കത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങും. സാമുദ്രിപ്പാടിൻ്റെ ഭരണകാലഘട്ടത്തിൽ മുസ്ലിം പ്രാതിനിധ്യം എവിടെ ഉണ്ടായിരുന്നത്? ഭരണരംഗത്ത് ഇല്ല. സ്വമേധയാ മുസ്ലിങ്ങൾ അവർ സ്വീകരിച്ചു. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യത്തിന് വേണ്ടി പതിറ്റാണ്ടുകളോളം പണിയെടുത്തിട്ട് നമുക്കതിൽ ആ പ്രാതിനിധ്യം ഉണ്ടാക്കുന്നതിലും വിജയിച്ചില്ല. വിജയിച്ചിടത്തോളം പ്രാതിനിധ്യം കിട്ടിയ ആളുകളാണെങ്കിൽ ഇസ്ലാമിൻ്റെ പക്ഷത്തുനിന്ന് ഇസ്ലാമിനോട് കൂറ് പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ച് ത്യാഗസന്നദ്ധരായി നീതിക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറിയിട്ടുമില്ല. ഇതാണ് നമ്മുടെ ദുരവസ്ഥ. ഇനിയെങ്കിലും നമ്മൾ മറിച്ച് ചിന്തിക്കാൻ ആർക്കെങ്കിലും ബുദ്ധി ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബ് എന്നും നമ്മുടെ റബ്ബ് എന്നും വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ കാര്യങ്ങളും നടത്തി തരേണ്ടവൻ റബ്ബാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആ ഒരു മാർഗത്തിൽ നമ്മൾ പ്രയത്നിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.